നല്ലൊരു ഡ്രസ്സായിരുന്നു. എന്ത് ചെയ്യാനാ, അലക്കുന്തോറും കളർ പോയി ആ ഭംഗി അങ്ങോട്ട് പോയി. വഴിയുണ്ട്, ചായ മാറ്റാം. ഒരു ദിവസം ഇത് തയ്ച്ച ഉടനെ തന്നെ എല്ലാം കൂടി വാരിപ്പറക്കി കെട്ടിയ തുണികളക്കാൻ പോകുക സന്ധ്യ രാത്രി നേരത്ത്. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ പോകലെ കണ്ണും പോകലുള്ള പിറ്റേ ദിവസം അലക്കാന്ന്. അപ്പോൾ ഒന്ന് പോയിടി എന്നൊരു ഭാവത്തിൽ നാൻസി അങ്ങോട്ട് പോയി തുണി അലക്കി. പിന്നെ ഞാൻ കാണുന്നത് നെട്ടോട്ടം ഓടുന്ന നാൻസിനെയാണ്. വിനാഗിരി എടുക്കുന്നു, കോൾഗേറ്റ് എടുക്കുന്നു. ഈ തുണിയുടെ നിറം പോയതും പോരാഞ്ഞിട്ട് ബാക്കി നല്ല വൈറ്റ് കളറുടെ 2 ടോപ്പിലോട്ട് കളറി പിടിക്കുകയും ചെയ്ത്. അത് കളയാനുള്ള തന്ത്രപ്പാടായിരുന്നു. ഈ കരിക്കട്ട പോലെ കിടക്കണത് എൻ്റെ ഒരു കാലത്ത് നല്ലൊരു ഉടുപ്പായി. മര്യാദ പറഞ്ഞല്ലേ, മണിയെല്ലോ മുക്കിയാൽ മതി, അത് മതിയായിരുന്നു അല്ലേ? മതിയായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കളർ കിട്ടി ബോധിച്ചു. ഇനി അത് ഫിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. നമ്മുടെ കൂടെ കെട്ടി ഡൈഫിക്സിൽ നമുക്ക് ഒരു 5 മിനിറ്റ് ഇടുക, നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. ലൈനിങ്ങിൽ പിടിച്ചിട്ടില്ല കേട്ടോ, പോളിസ്റ്റർ മിക്സ് ആയതുകൊണ്ടാണ് ആ പിടിക്കാത്തത്. പിന്നെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഭംഗിയില്ല. എന്നാൽ പിന്നെ കുറച്ച് കാക്കരും പീക്കരും പൂക്കളും കൂടി ആയാലെന്ന് വിചാരിച്ചു, ഒരു ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഉടുപ്പിൻ്റെ കോലം ഇതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞു, നല്ല നാന്തരം ഉടുപ്പായിരുന്നു, 2 പെണ്ണുങ്ങളും കൂടി തുണി നശിപ്പിച്ചെന്ന്. ഇത് കണ്ടോടനെ ഞങ്ങളുടെ ഇവിടെ തയ്ക്കാൻ വന്ന ചേച്ചി പറഞ്ഞത്, എൻ്റെ നാൻസി കപ്പിട്ട പോലെ ഊരി കളയാൻ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ ഒരു പ്രത്യേക ഭംഗി ഇതിന് ഇല്ലാതില്ല അല്ലേ. പിന്നെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഡൈ മുക്കാൻ നേരത്ത് നമ്മൾ വെച്ച ഡ്രസ്സല്ലേ, വൈറ്റ് കളറിലല്ലേ നമ്മൾ നൂലൊക്കെ അടിച്ച് വെച്ചേക്കുന്നത്, അതിന് നിറം പിടിക്കത്തില്ല കേട്ടോ. അതൊക്കെ ആ വെള്ള നിറത്തിൽ തന്നെ ഇരിക്കും. അതാണ് ഒരു കുഴപ്പം.